അവിടെയാണ് താങ്കൾ VS ശിവകുമാർ MLA-ക്കെതിരെ ന്യൂനപക്ഷ പ്രീണനവുമൊക്കെ ആരോപിക്കുന്നത്. മഞ്ജുഷേ, അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. വസ്തുതാവിരുദ്ധമാണ് കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ശൃംഗേരി മഠത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു വ്യക്തി അവിടെ വരുന്നുവെന്ന് പറയുമ്പോഴേക്കും ആ മഠത്തിന് നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്കല്ല, ആ മഠത്തിൻ്റെ പ്രതിനിധിക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ്. കൊടുക്കാതിരുന്നിട്ടില്ല. അല്ല, അവിടെ നമ്മൾ കാണുകയല്ലേ വിഷ്വൽസിൽ നമ്മളത് കാണുകയാണ്. എന്താണ് ആരൊക്കെ ചെയ്തത് എന്ന് വിഷ്വൽസിൽ നമ്മൾ കാണുകയാണ്. മാത്രമല്ല ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടെ നടന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടന്ന് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇനി വീണ്ടും പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആ മഠത്തെ പ്രതിനിധീകരിച്ച് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി അവിടെ ഇരിക്കുക പോലും വേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കസേരകളിൽ കേരളത്തിൽ വന്നാൽ നിങ്ങൾ ഇരിക്കേണ്ട, ഞാൻ കസേരയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ് മുഖത്തടിച്ചതുപോലെ പെരുമാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതിലൊന്നും വലിയ ഭ്രമമൊന്നും ഇല്ലാത്തവർ അവർ തിരിച്ചു പോകും. ഇരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ ആ കസേര മാറ്റിയിടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് കൊട്ടാരത്തിൻ്റെ പ്രതിനിധികൾ ജനാധിപത്യത്തിൻ്റെ മഹത്വവും മേന്മയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ വിളിക്കരുത്. അല്ലാതെ ഗവൺമെൻറ് ചടങ്ങായിട്ട് നടത്താമല്ലോ, ക്ഷേത്ര കുളം നവീകരിച്ചു നടത്താമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുകയും ചെയ്യുക, അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പെരുമാറുകയുള്ളൂ എന്ന് പറയുകയും ചെയ്ത് ആരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടിയാണെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കും ആ സംശയം. പക്ഷേ ആലപ്പുഴയിൽ അങ്ങനെയല്ല കണ്ടത്. ആലപ്പുഴയിൽ കണ്ടത് ഇവിടുത്തെ തിരിച്ചടി. ഇവിടെ ഉണ്ടായി മണിക്കൂറുകൾ. അന്ന് ജന്മഭൂമി പത്രം, ഞാൻ കൂടുതൽ പറയാം, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാത്ത, ജന്മഭൂമി പത്രത്തിൻ്റെ ലേഖകൻ ഇതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാ ചിത്രങ്ങളും ജന്മഭൂമി പത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ കവർ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ജന്മഭൂമി പത്രത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു ഇത് വിവാദമാക്കരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റു പല പത്രങ്ങളിലും വാർത്ത വന്നു. അങ്ങനെ ഇത് അടുത്ത നിമിഷം തന്നെ ഇത് വളരെ വലിയ പ്രശ്നമാണ്, അവിടെയുള്ള ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ഹൃദയത്തിൽ മുറിവേറ്റു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ്റിന് കിട്ടിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന് പ്രകാരമാണ് നാവെടുത്താൽ സന്യാസിമാരെ അവഹേളിച്ച് മാത്രം പാരമ്പര്യമുള്ള ജി സുധാകരനും അത്രത്തോളമൊന്നും സന്യാസിമാരെ അവഹേളിച്ചിട്ടില്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിട്ടുള്ള ശ്രീ തോമസ് ഐസക്കും അവിടെ ചെന്ന് വണങ്ങിയത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആപ്പിൾ തോമസ് ഐസക്ക് കൈതീട്ട്, ഞാനതിനെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, വാങ്ങിക്കൊണ്ട് പോകാൻ നിർബന്ധിതനായത് ഈ തിരുവനന്തപുരത്തുണ്ടായ തിരിച്ചടി അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇടപെടുകയാണ്. PM മനോജ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ PM മനോജ്, ഒരുപാട് ആരോപണങ്ങൾ വന്നത് ശ്രദ്ധിച്ച് കാണുമല്ലോ. തിരുവനന്തപുരത്തുണ്ടായ, തലസ്ഥാനത്തുണ്ടായ തിരിച്ചടി കോമ്പൻസേറ്റ് ചെയ്യുകയായിരുന്നു ആലപ്പുഴയിൽ സംഭവിച്ചത്. ഹിന്ദു സന്യാസിമാരെ ഏത് സമയവും എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു. ഞാൻ എല്ലാ വാക്കുകളും എനിക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല. കവിത എഴുതിയാൽ അവഹേളിക്കും, അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ഇതേ ശങ്കരാചാര്യർക്ക് ശ്രീനാരായണ ഗുരുവിന്റെയും EMSന്റെയും അത്രയും ഔന്നത്യമില്ല എന്ന് പറഞ്ഞതും ഇതേ ജി സുധാകരൻ തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആരോപണ വിഷയമായി ഉയർന്നു വരും ശ്രീ PM മനോജ്. പക്ഷെ ഒറ്റ കാര്യം തന്നെ നിങ്ങൾ പറയും, ആചാരങ്ങളെല്ലാം ആചാരങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന്. ഗുരുദേവന്റെ ഔന്നത്യം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കേണ്ടത്. ആ ഉത്തരം കേൾക്കാനുള്ള സന്മനസ്സും ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാവും. താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ എന്ന്. താങ്കൾ അപ്പോൾ എല്ലാം കേട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ തീർച്ചയായും കേട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇവിടെ ശ്രീ രാജേഷ് പറയുന്ന കാര്യങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കുറ്റം ചെയ്തതും ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്തതും രണ്ടുപേരാണ്. ഒന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ, രണ്ട് BJPയുടെ സംസ്ഥാനത്തുള്ള ഏക MLA ശ്രീ O രാജഗോപാൽ. ഇവര് രണ്ടുപേരും ഇരിക്കുമ്പോൾ ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ ശ്രീ രാജേഷ് ആരോപിക്കുന്ന സകല കുറ്റകൃത്യങ്ങളും നടന്നിട്ടുള്ളത്. ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ രാജകുടുംബത്തിലെ ആളുകളൊക്കെ കണ്ട് മടങ്ങിപ്പോയി. അതുപോലെ ശൃംഗേരി മഠത്തിലുള്ള ഉത്തരാധികാരി മടങ്ങിപ്പോയി എന്നൊക്കെയാണ് രാജേഷ് പറയുന്നത്. ഇതൊന്നും കണ്ടിട്ട് ഈ രാജേഷിന്റെ രണ്ട് നേതാക്കൾക്ക് മനസ്സിലായില്ല. അവരിതൊക്കെ കണ്ട് സ്വകാര്യം പറഞ്ഞു എന്നാ പറയുന്നത്. സാധാരണ നിലയിൽ ഒരു TV ചർച്ചയിലായാലും മറ്റെവിടെ ആയാലും ആത്മാഭിമാനമുള്ള, അല്ലെങ്കിൽ സ്വന്തം ശക്തിയിൽ, സ്വന്തം ബുദ്ധിയിൽ വിശ്വസിക്കുന്ന ആരും കൃത്യമായി എന്താണ് ഒരു അനീതി കണ്ടാൽ ആ അനീതിക്കെതിരെ പ്രതികരിക്കും. PM മനോജ്, അതിന് രാജേഷ് നൽകിയ മറുപടിയും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആ പരിപാടി കുളമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവിടെ ഒരു പ്രതിഷേധം, അപ്പോൾ പരസ്യമായ പ്രതിഷേധമുണ്ടാക്കി ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ പറയേണ്ടടുത്ത് ശ്രീ മഞ്ജുഷ്, രാജേഷ് പറയുന്നത് വിയോജിപ്പും പ്രതിഷേധവും രണ്ടാണ്.
ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതും രണ്ടാണ് എന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെ പെരുമാറുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചേർന്നതല്ല. ഒന്ന്. രണ്ട്, അതുകൊണ്ട് തന്നെ ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ രാജഗോപാലും അംഗീകരിച്ച് ഇപ്പൊ ശിവകുമാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ശിവകുമാർ അങ്ങനെ പെരുമാറിയത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനാണ് എന്ന തീർത്തും തെറ്റായ ആരോപണം, വർഗീയമായ ആരോപണമാണ് ഇവിടെ രാജേഷ് ഉന്നയിച്ചത് എന്ന് മാത്രമോ ഈ ശ്രീ സുധാകരൻ ഇദ്ദേഹത്തിന്റെ ധാരണ എല്ലാ സ്വാമിമാരും നമ്മുടെ ഗംഗേശാനന്ദെ പോലെയാണെന്നാണ്. അങ്ങനെ അല്ല ശ്രീ രാജേഷ്. സ്വാമിമാര് അതുപോലെ സന്യാസിമാര് വളരെ കൃത്യമായി ജനുവിനായിട്ടുള്ള സന്യാസിമാരുണ്ട്, ജനുവിനായിട്ടുള്ള മഠാധിപതിമാരുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഗംഗേശാനന്ദെ പോലെയുള്ള ആളുകളല്ല എല്ലാവരും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ബഹുമാനിക്കാനുള്ള, അത്തരം ആളുകളെ പക്ഷേ ശ്രീ പി എം മനോജ് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം മറ്റൊന്നാണ്. അടുത്ത കാലത്ത് തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത് ശങ്കരാചാര്യരുടെ ഔന്നത്യത്തെക്കുറിച്ച് EMS-നോടും ശ്രീനാരായണ ഗുരുവിനോടും താരതമ്യപ്പെടുത്താവുന്ന ഔന്നത്യമൊന്നും ശങ്കരാചാര്യർക്കില്ല എന്ന്. അത് രണ്ടും എന്താണ്? സാമൂഹികമായ കാര്യങ്ങളില് പിന്നെ ഈ ശ്രീനാരായണ ഗുരുവിന് താരതമ്യപ്പെടുത്താവുന്ന ഔന്നത്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഔന്നത്യം മറ്റൊരു തലത്തിലാണ്. രണ്ടും താരതമ്യം ചെയ്യാനുള്ളതല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ശ്രീ ഒ രാജഗോപാലിനെയും കുമ്മനം രാജശേഖരനെയും VV രാജേഷിനെയും താരതമ്യം ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവര് മൂന്നുപേരും മൂന്ന് തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ അവർ രണ്ടുപേരും ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ശ്രീ രാജേഷ് കാണിക്കണ്ടേ? ഒരു പൊതുവേദിയിൽ തങ്ങൾക്ക് ഹിതകരമല്ലാത്ത തെറ്റായ ഒരു കാര്യം സംഭവിക്കുമ്പോൾ സ്വകാര്യമായിട്ട് ആരോടെങ്കിലും പറയുന്നതിന് പകരം ആർജവത്തോടെ, ധൈര്യത്തോടെ, ആത്മാഭിമാനത്തോടെ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം എന്തുകൊണ്ട് കുമ്മനം കാണിച്ചില്ല? അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അതിന് അന്തസ്സായിട്ട് കണ്ടേനെ. അങ്ങനെയാണെങ്കിൽ നിലപാടുകളിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് പറയണം. ഇവിടെ ചർച്ച വന്നപ്പോൾ ആൾ ദൈവങ്ങളോടുള്ള പാർട്ടിയുടെ നിലപാടിനെ കുറിച്ചും സംസാരം വന്നിരുന്നു. ആൾ ദൈവങ്ങളോടുള്ള നിലപാടിൽ മാറ്റം വരുത്തണമെന്നാണോ ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അണികളോട് പറയുന്നത്? അവിടെ ആചാരം പാലിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന്. അല്ല, ശൃംഗേരി ശാരദാപീഠ മഠാധിപതി ഭാരതീതീർത്ഥ സ്വാമി ആൾ ദൈവമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ? CPM-ന്റെ ഒരു അഭിപ്രായം അതല്ല. CPM അങ്ങനെ ഒരു നിലപാട് ഇല്ലാത്തവർ തന്നെയാണ്. ശരി, സമ്മതിച്ചിരിക്കുന്നു. CPM-ന് എന്തായാലും അങ്ങനെ ഒരു നിലപാടില്ല. സന്തോഷം. ശ്രീ NM പിയേഴ്സൺ, ഇങ്ങനെയൊരു ആവശ്യം അണികളോട് പറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഈ ആൾ ദൈവങ്ങളോടുള്ള നിലപാടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം. എന്തായാലും ആൾ ദൈവമാണ് ശൃംഗേരി മഠാധിപതി എന്ന് CPM പറയുന്നില്ല. അല്ല, ഒന്ന്, നമ്മളുടെ സമൂഹത്തിനകത്ത് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടി മതങ്ങളെയും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും കാണുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ വളരുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മതവും രാഷ്ട്രീയവും വൈകാരികമായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വളർന്നു വരും. നമ്മുടെ ഈ ചർച്ചകളിൽ മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ പൊതുവിഷയങ്ങളിൽ എല്ലായിടങ്ങളിലും ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് വളർന്നു വരുന്നു. എന്താണ് ഒരു ആൾ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷത? അതൊരിക്കൽ പോലും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നില്ല. ആൾ ദൈവം എന്താണ്? മത പണ്ഡിതൻ ആരാണ്? അതേപോലെ തന്നെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിട്ടുള്ള മതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന വ്യക്തികൾ ആരാണ്? അവരെയൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള വേർതിരിച്ച് അറിയാതെ നമ്മുടെ സമൂഹത്തിൽ സന്യാസിമാർ എന്ന ഒറ്റ വിലാസത്തിൽ എല്ലാത്തരം സന്യാസികളെയും കാണുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഇതെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കുന്നതാകട്ടെ രാഷ്ട്രീയക്കാരാണ് എന്നതും ഈ പൊതുസമൂഹത്തിനകത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എന്ത് ആത്മീയതയുടെ അർത്ഥത്തിലാണ് രാഷ്ട്രീയം ഇതിൽ കയറി ഇടപെട്ട് രാഷ്ട്രീയത്തിൻ്റെ ആയുധമായിട്ട് അവരെല്ലാം ഉപയോഗിക്കുന്നത്? അത് പ്രധാനപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തായാലും അല്ലല്ല, ഈ ആൾ ദൈവങ്ങളുടെ കാര്യത്തിൽ നേരത്തെ ചർച്ച വന്നിരുന്നു. എന്തായാലും ശൃംഗേരി മഠാധിപതി ആൾ ദൈവമാണ് എന്ന കാര്യം CPM പറയുന്നില്ല. അത് ഈ മന്ത്രിമാർ പോയി സന്ദർശിച്ചത് കൊണ്ട് രക്ഷപ്പെടുവാനുള്ള ഒരു ഉപായമാണോ? അതല്ല, നമ്മൾ ഈ മാധ്യമ വിചാരണയ്ക്ക് വേണ്ടി ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ആളുകൾക്കും ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ആ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിതിൻ്റെ വസ്തുനിഷ്ഠമായും സത്യസന്ധമായ ഒരു കാര്യമോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ അജണ്ട പാലിക്കാനായി ഈ ചർച്ച വഴിതെറ്റി കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് VS ശിവകുമാർ അതിനകത്ത് പങ്കെടുത്ത ഒരാളാണ്. ഞാൻ VS ശിവകുമാറും ഞാനും അടക്കം നിരവധി പ്രാവശ്യം ശൃംഗേരി മഠാധിപതിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും അദ്ദേഹത്തോട് യാതൊരു വിരോധമില്ല. ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈവൻ K കരുണാകരനോടൊപ്പം ഞാനും ശിവകുമാറും ഒക്കെ അവിടെ പോയിട്ടുണ്ട്.
അപ്പോൾ ശിവകുമാർ ആ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ സംഭവവികാസം ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒ രാജഗോപാൽ ഒരു MLA ആണ്, കുമ്മനം രാജശേഖരൻ ഒരു പാർട്ടിയുടെ പ്രസിഡന്റാണ്, ശിവകുമാർ മുൻ മന്ത്രി MLA ആണ്, അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ്. ഇവരെ ഒക്കെ വിളിച്ചപ്പോൾ ഈ വലിയ കസേര അവിടെ കിടക്കുമ്പോൾ മഠാധിപതി വരുന്നതിന് മുമ്പ്, മഠാധിപതി കാണുന്നതിന് മുമ്പ് ആ കസേര അവിടുന്ന് മാറ്റി എല്ലാവർക്കും മുൻനിരയിൽ ഇരിക്കാനൊരു സംവിധാനമായിരിക്കും മന്ത്രി ആലോചിച്ചത്. അതിന് ഈ പങ്കെടുത്ത മുഴുവൻ ആളുകളും കൂട്ടുനിന്നു. കാരണം അതിൽ ആരെങ്കിലും ഒരാൾ പുറകിൽ പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കസേര മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന പേരുകാർക്ക് അവിടെ ഇരിക്കാം. അപ്പോൾ അത് ന്യൂനപക്ഷ പ്രീണനം, മറ്റേ പ്രീണനം. അപ്പോൾ വ്യക്തികളെ അധിക്ഷേപിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് ശിവകുമാർ. അദ്ദേഹം പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പറയുന്ന കാര്യത്തിലും പിന്നെ സംശയം വന്നാൽ അതൊക്കെ സംശയ രോഗികൾക്കതാകാം. പക്ഷേ ഒരാളെക്കുറിച്ച് ഒരു ആക്ഷേപം വന്നാൽ, ഒരാരോപണം വന്നാൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കൊടുക്കുമ്പോൾ ആ വിശദീകരണം കേട്ടാൽ ആ വിശദീകരണത്തോട് അദ്ദേഹം നേരിട്ട് പറയുകയാണ് ഞാൻ ഇന്നതാ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്തും സംശയമെന്ന് പറഞ്ഞാൽ അതൊരു രോഗത്തിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തുണ്ടായതിന് പ്രായച്ചിത്തമൊന്നുമല്ല ആലപ്പുഴയിൽ ചെയ്തത്. ഞാൻ പറഞ്ഞോട്ടെ, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു ഇരട്ട മുഖമുണ്ടെന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ 1-2 ഉദാഹരണം പറയാം. ഒന്ന്, റോഷി SFIയുടെ ഒരു നേതാവുണ്ടല്ലോ, റോഷൻ റോയി മാത്യു. അദ്ദേഹത്തിൻ്റെ കല്യാണം പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വാശി പിടിച്ചു. അദ്ദേഹം പള്ളിയിലൊരു പിതാവ് കൂടിയാണ്. അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുളസിമാലയിട്ട് നടത്തണമെന്ന് പറഞ്ഞ ആ കല്യാണം അവസാനം പള്ളിയിൽ വെച്ച് നടത്താൻ DYFI യോഗം കൂടി ഒരു അനുവാദം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇവിടെ നമുക്കറിയാം, ഇവിടെ ഗീതാ ഗോപിനാഥിന് വളരെ ശാസന കൊടുത്തു, താക്കീത് ചെയ്തു. അവരുടെ മകളുടെ കല്യാണം നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടന്നത്. അതുപോലെ തന്നെ മെനഞ്ഞാന്ന് ഞാൻ കണ്ടു, ഇവിടെ വളരെ വിവാദം സൃഷ്ടിച്ച ഒരു നേതാവുണ്ടല്ലോ പശ്ചിമ ബംഗാളിൽ, ഋതപത ബാനർജി. അയാൾ പോയിന്റ് ബ്ലാങ്ക് പേന കുത്തുന്നു, അയാൾ ആപ്പിൾ വാച്ച്. ആ വ്യക്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ഗുരുവായൂരുടെ ആചാരപ്രകാരം നിന്ന് തൊഴുന്ന വസ്തുത നമ്മൾ കണ്ടില്ലേ, പത്രത്തിൽ കണ്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ജനങ്ങളെ പറ്റിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചില ഐഡിയോളജികളുണ്ട്. അതേസമയം ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പിന്നെ ആളുകളെ പ്രീതിപ്പെടുത്താനും മറ്റൊരു സമീപനം സ്വീകരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ G. സുധാകരനും ഇത് കണ്ടത്. മഠാധിപതിയായ ശൃംഗേരി സ്വാമിയെ കാണാൻ കാത്തിരുന്നു. അവിടുത്തെ ഭക്തന്മാരോടൊപ്പം കാത്തിരുന്ന് അവിടെ ചെന്ന് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരു താലം കൊണ്ടുപോയി അദ്ദേഹത്തിന് കാഴ്ചവെക്കും. അദ്ദേഹം നേരിട്ട് ഞങ്ങൾക്ക് പൊന്നാട തന്നിട്ടുണ്ട്. അദ്ദേഹം അവിടുന്ന് നിവേദിച്ച അവിടുത്തെ ഫലവസ്തുക്കൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് കമ്മ്യൂണിസ്റ്റുകാരായ മന്ത്രിമാർ, അതാ ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സുള്ള ആളുകളാണവർ. ആ രണ്ട് മന്ത്രിമാർ അവിടെ പോയതും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണിച്ചത് ഒന്ന് നമ്മുടെ മതേതരത്തിന് വിരുദ്ധമാണ്, രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇതിന് വിരുദ്ധമാണ്. അതേസമയം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അവർ പ്രചരിപ്പിക്കുന്നു. ആ ഐഡിയോളജിക്കും വിരുദ്ധമായിട്ടാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് തട്ടിപ്പാണ്, ഇത് ഇരട്ടത്താപ്പാണ്, ഒരിക്കലും ഇത് അംഗീകരിക്കാനാവില്ല. മന്ത്രിമാർ പോയി കാണുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അവര് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ഇതൊരു മതേതര രാഷ്ട്രമാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രത്യേക ആളുകളെ പ്രീതിപ്പെടുത്താൻ മന്ത്രിമാർ പോകാൻ പാടില്ല. അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോകാൻ പാടില്ല. കോൺഗ്രസ്സുകാർ പോയാൽ ഒരു ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഹോൾഡ് ചെയ്യുമ്പോൾ അവർ ചെയ്യാൻ പാടില്ല. അവർ ചെയ്തു. അതാ ഞാനിവിടെ സൂചിപ്പിച്ചത്. പിന്നെ കോൺഗ്രസ് മന്ത്രിമാർ കരുണാകരനും ഞാനുമായി പോയി. ഇവിടെ ഇവര് മതേതരവാദികളാന്ന് പറയുകയും ചെയ്യുന്നു. ഇവരിങ്ങനെ ഓരോ ആളുകളെയും അല്ല, താങ്കൾ അവസാനം പറഞ്ഞ കാര്യം മുഖവിലേക്ക് എടുക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ എന്ന രീതിയിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശങ്കരാചാര്യരുടെ സിംഹാസനം മാറ്റിയിട്ട മന്ത്രിയോ തൊഴുതു നിന്ന മന്ത്രിമാരോ സർക്കാരിന്റെ പ്രതിപുരുഷർ. ഇടവേളയ്ക്ക് ശേഷം